വചന ധ്യാനത്തിലേക്ക് കിടക്കുകയാണ്. ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കേണ്ടതുണ്ട്. കഴിവതും ഉച്ചഭാഷണിയിലൂടെ തന്നെ അത് വായിച്ച് കേൾക്കുന്നതാണ് സന്തോഷം. അതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആദ്യം വായിക്കേണ്ടത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 21-ാമത് വചനമാണ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 4:21. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. വായിച്ച ദൈവജനത്തിനായി കർത്താവിന് മഹത്വം. നമ്മുടെ കർത്താവ് ഒരു സഹോദരിയുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഈ വായനയ്ക്ക് ആധാരം. ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാർക്കിടയിൽ സ്ത്രീകളെക്കുറിച്ചൊത്തിരി തെറ്റായ ധാരണകൾ നിലനിന്നിരുന്നു. ഇന്നും മനുഷ്യ സമൂഹത്തിൽ ആ ധാരണയ്ക്ക് വലിയ വ്യത്യാസമില്ല. ജൂതന്മാരിൽ ഒരുവറ്റം ആളുകൾ ധരിച്ചു സ്ത്രീ ദൈവസൃഷ്ടിയിലെന്തോ കുറഞ്ഞ നിലവാരമുള്ള ആളാണ്. സ്ത്രീ എന്തോ ഒരബദ്ധധാരണയിൽ പിറവി കൊണ്ട ഒരു ജന്മമാണ്. സ്ത്രീക്കൊട്ടേറെ പരിമിതികളോ കുറവുകളോ ഉണ്ട് എന്ന നിലയിൽ യഹൂദന്മാരിൽ ചില ആളുകൾ തെറ്റായി വിഷയത്തെ വ്യാഖ്യാനിച്ചു. അതിൽ പ്രമുഖർ പരീശന്മാർ എന്നറിയപ്പെടുന്ന ഒരു സമൂഹമാണ്. ഇതുകൊണ്ടാണ് ഒരു പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ, നീ എന്നെ ഒരു ചുങ്കക്കാരനോ പാപിയോ ഒരു സ്ത്രീയോ ആയി സൃഷ്ടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്ത്രീ എന്തൊക്കെയോ കുറവുകളുടെ പരിമിതികളുടെ ശൃംഖലനാണ്. ബൈബിൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ക്രിസ്തുയേശുവിൽ സ്ത്രീയെ കൂടാതെ പുരുഷനില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയില്ല. സമതുലിതമായ പരസ്പര ആശ്രയത്വത്തിൻ്റെ ഇണയും തുണയുമൊക്കെയായിട്ട് ദൈവം സ്ത്രീ പുരുഷ ദ്വന്ദ്ങ്ങളെ സൃഷ്ടിച്ചു. ഇതാണ് ബൈബിളിൻ്റെ വീക്ഷണം. ബൈബിൾ ഇവിടെയും പറയുന്നത് സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കാനും അല്ല. നിങ്ങളങ്ങനെ ചെയ്യാൻ വേണ്ട. അങ്ങനെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ചെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കണ്ട. ശ്രീജിത്ത് വാസനെ ഗൗരവത്തിൽ നോക്കുന്നു. സ്ത്രീ പുരുഷന് കീഴടങ്ങുക എന്ന് ഉദ്ദേശിച്ചത് ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക എന്നാണ്. അല്ല, സ്ത്രീകളെല്ലാം പുരുഷന് കീഴടങ്ങണമെന്നില്ല. അങ്ങനൊരു വചനമില്ല. പിന്നെ ഒരു പുരുഷനെ കണ്ടാൽ അയാളെ ബഹുമാനിക്കുന്ന നല്ലത്. പുരുഷൻ മാത്രമല്ല, സ്ത്രീയും ബഹുമാനം അർഹിക്കുന്നു തിരിച്ച്. അതുകൊണ്ട് സ്ത്രീ കുറഞ്ഞ ഒരു കഥാപാത്രമാണ് എന്നൊരു ധാരണ. ഇനി മറ്റുള്ളവർ വെച്ച് പുലർത്തുന്നത് ഈ സ്ത്രീകൾ പുരുഷനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് സ്ത്രീ കൂടുതൽ സൂക്ഷിക്കണം. മാതാപിതാക്കളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, നീ ഒരു പെണ്ണാണ്, അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കണം. ആണും ശ്രദ്ധിക്കണ്ടേ, പുരുഷനും ശ്രദ്ധിക്കണം. പെണ്ണിന് മാത്രം അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനൊന്നുമില്ല. സ്ത്രീ വസ്ത്രധാരണം ശ്രദ്ധിക്കണം, നടപ്പും നോട്ടവും എല്ലാം ശ്രദ്ധിക്കണം. അത് പുരുഷനും ബാധകമല്ലേ? അത് പുരുഷനും ബാധകമാണ്. പുരുഷൻ വസ്ത്രധാരണം ശ്രദ്ധിക്കണ്ടേ? എന്തിനാണ് ഇത്തരം നിയമങ്ങളെന്ന് നമുക്കറിയില്ല. ഞാൻ സംവാദ വേദിയിൽ കേട്ട പാസ്റ്റർ പറഞ്ഞല്ലോ അതേപ്പറ്റിയൊക്കെ ഒരല്പം. സ്ത്രീകളുടെ വസ്ത്രം അല്ലെങ്കിൽ ഈ സ്ത്രീയെ കാണുന്നത് പുരുഷന് വൈകാരികമായി ഒത്തിരി താല്പര്യങ്ങൾ ജനിപ്പിക്കും. അതുകൊണ്ട് സ്ത്രീ മൂടിക്കെട്ടി മുഖം മാത്രം അല്ലെങ്കിൽ കണ്ണ് മാത്രം പുറത്ത് കാട്ടി പോകണം. ഞാൻ സംവാദത്തിലൊരു എതിർകക്ഷിയോട് വെച്ചാൽ എന്തിനാ സ്ത്രീ അല്ലാതെ കണ്ടാൽ അത് പുരുഷന് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് അങ്ങനെ പോകണം. ഞാൻ പറഞ്ഞ അങ്ങനെ എല്ലാ പുരുഷന്മാർക്കും എത്രയോ സ്ത്രീകൾ ഇതിലേ പോകുന്നു, ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ടാകാത്ത പുരുഷന്മാരില്ലേ? അദ്ദേഹം പറഞ്ഞ അങ്ങനല്ല. ഒരു പുരുഷനും ഒരു പ്രശ്നം സ്ത്രീ നിമിത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്ത്രീയെ അവളെ പുറത്ത് കാണാതെ വേണമെങ്കിൽ ഈ 2 കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക വിധം പോകണം. ഞാൻ പറഞ്ഞ അതിലും നല്ലൊരു ഐഡിയ ഉണ്ട്. സ്ത്രീകളെ കാണുമ്പോൾ അങ്ങനെ പുരുഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പുരുഷൻ കണ്ണങ്ങ് മൂടിക്കെട്ടിയാൽ മതി, എളുപ്പമായില്ലേ? അയാളാണ് സൂക്ഷിക്കേണ്ടത്,
കാരണം അതൊരു കോമൺ പ്രശ്നമല്ലല്ലോ, പുരുഷനും ഇല്ല അങ്ങനെ. പുരുഷൻ കണ്ണുമൂടി കെട്ടിയ പ്രശ്നം തീർന്നു. അങ്ങനെ പ്രശ്നം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ കണ്ണുമൂടി കെട്ടുക. അതിനർത്ഥം സ്ത്രീ തോന്നുന്ന പോലെ ജീവിക്കാനല്ല. മാന്യമായ വസ്ത്രം സ്ത്രീക്കും പുരുഷനും ഒക്കെ വേണമെന്നേ. അതിലാർക്കാ തർക്കം? എല്ലാ കുറ്റങ്ങളും സ്ത്രീയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലത്ത് ജൂതന്മാർക്കിടയിലെ പരീശന്മാർ എന്നൊരു വിഭാഗമുണ്ട്. ഇവരൊത്തിരി പ്രകട വിശ്വാസികളാണ്. അവരൊരു കൂട്ടർ ചന്തസ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ വാങ്ങുന്ന വസ്തുക്കൾക്ക് എണ്ണം പറഞ്ഞ് ദശാംശം കൊടുക്കും. പതാരം എന്ന് മലയാളത്തിൽ, ജീരകം, ഇങ്ങനെയൊക്കെയുള്ള ചതകുപ്പ, ഇതൊക്കെ വാങ്ങിയാൽ പോലും എണ്ണി ഒരു ജീരകം വാങ്ങിയിട്ട് എണ്ണുന്നവൻ്റെ മനസ്സെന്ന് ഓർത്തേ അതിങ്ങനെ എണ്ണുക. ഇവൻ ഉച്ചത്തിൽ എണ്ണുന്ന ഞാൻ കൊടുക്കുന്ന ആളാണ് എന്ന് കാണിക്കാൻ. അതുകൊണ്ട് ഇവരിലൊരാൾ കടയിൽ വന്നാൽ കടക്കാരന് വലിയ ശല്യമാണ്. കാരണം അടുത്തവൻ്റെ സെയിൽ നടക്കില്ല. ഇവൻ എണ്ണി 10ാമത്തെ മാറ്റി വെക്കും. ദൈവത്തിനാണ്. ചിലരുടെ സ്വഭാവം അത് മാത്രമായതുകൊണ്ട് ഇത്തരം ആൾക്കാരെ വിളിച്ചു എണ്ണമെടുക്കുന്ന പരീശൻ അഥവാ കൗണ്ടിങ് ഫാരസീസ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരുന്നു. വേറെ കൂട്ടർ പറഞ്ഞു സ്ത്രീകൾ മോശമാണ്, അതുകൊണ്ട് ഞാനിനി വഴിയിലൂടെ പോകണമെങ്കിൽ കണ്ണ് മൂടിക്കെട്ടിയുള്ളൂ. അയാൾ കണ്ണ് മൂടിക്കെട്ടി. അപ്പം നമുക്കതിൽ കംപ്ലൈൻ്റ് ഇല്ല. ഒരുത്തൻ കണ്ണ് മൂടിക്കെട്ടി വഴിയെ പോകുന്നതിന് നമുക്കെന്താ തടസ്സം? അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് നല്ല കാര്യം. അയാളല്ലേ കണ്ണ് മൂടി, അയാളുടെ കണ്ണ് അയാൾ മൂടിക്കെട്ടി. എന്നിട്ട് ഇവർ ഈ വളവുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ശരീരം ഉരച്ച് ബ്ലഡൊക്കെ പുറത്തു വരും. ഈ ത്വക്കൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കും എന്ത് പറ്റി? എന്ത് ചെയ്യാനാ സാറേ, വഴിയിലല്ല സ്ത്രീകളാണ്, കണ്ണൂർ നമുക്ക് നടക്കാൻ പറ്റുമോ? സ്ത്രീ മോശമാണ്. അവരെ വിളിച്ചു ബ്ലൈൻഡ് ഫാരസീസ്, അന്ധനായ പരീശൻ. ഇനിയും ഒരു കൂട്ടരുണ്ട്. ആരോട് സ്ത്രീ മോശമല്ല, ഈ ലോകം തന്നെ മോശമാണ്. അതുകൊണ്ട് കഴിവതും ഭൂമിയിൽ അവർ കാല് കുത്തത്തില്ല. അവർ മരച്ചില്ലയിൽ കയറി പകലല്ല ഇരിക്കും. അവരെ വിളിച്ചു പില്ലർ ഫാരസീസ്, തൂൺ പരീശന്മാർ. അതിലൊരു കൂട്ടർ കുറേ കൂടി ഈ പ്രകടനപരത ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ മരം കുഴിച്ചിട്ടിട്ട്, തടി കുഴിച്ചിട്ടിട്ട് ഒരു ബാർ തിരിച്ച് കെട്ടി, ക്രോസ് ബാർ ഇങ്ങനെ കെട്ടി അതിൽ കയറി കാലപ്പുറത്തിട്ട് ഇങ്ങനെ ഇട്ട് ഉച്ചത്തിൽ ന്യായപ്രമാണം വായിക്കും. ഇത്ര കപടഭക്തന്മാരായിരുന്നു അവർ. ഇതാണ് പരീശന്മാർ. അതുകൊണ്ട് ഇവർക്കിടയിൽ ഒരു ശൈലി ഉണ്ടായിരുന്നു. വഴിയരികിൽ വെച്ച്, പൊതുസ്ഥലത്ത് വെച്ച് ഭാര്യയാകട്ടെ, അമ്മയാകട്ടെ, സഹോദരിയാകട്ടെ ഒരു സ്ത്രീയോട് സംസാരിക്കില്ല. ഈ മനോഭാവം വെച്ച് പുലർത്തുന്ന മനുഷ്യർക്കിടയിൽ യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന ഭാഗമാണ് യോഹന്നാൻ 4:21. യോഹന്നാൻ 4 മുഴുവൻ അതാണ്. അതിലൊരു വചനമാണ് വായിച്ചത്. ഈ സഹോദരിയുടെ പേര് ബൈബിളിലില്ല. അവളുടെ പേര് ഇടാതിരിക്കട്ടെ. കാരണം ഈ ചില പേരൊക്കെ നല്ല പേരുകളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ചിലർക്ക് ആ പേരിട്ടാൽ പിന്നെ വേറെ ആർക്കും ഇടാൻ പറ്റില്ല. അതൊരു കുഴപ്പം. അവരാ പേര് കൊണ്ട് നശിപ്പിക്കും. ഇപ്പം ജോളി എന്നൊരു പേരുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സുലഭമായൊരു പേരാണ്. ഇപ്പോൾ ആരും ഇടില്ല. കാരണം മറ്റേ സൈനൈഡിൻ്റെ പ്രയോഗത്തിന് ശേഷം ഈ പേര് ഞങ്ങളങ്ങോട്ടൊന്നും ആരും ഇടില്ല. അങ്ങനെ ചില പേരുകൾക്ക് ഒത്തിരി ദോഷമുണ്ട്. അപ്പോൾ ഈ പേരുകളിൽ അന്തർലീനമായിട്ടുള്ള ഇത്തരം ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാകണം ഈ സ്ത്രീയുടെ പേരവിടെ ഇല്ല. ഒരു സ്ത്രീയെ കണ്ടു. അതുകൊണ്ട് എഴുത്തുകാരൻ അവൾക്ക് അറിയാൻ വേണ്ടി ഒരു പേരിട്ടു. ആ പേരൊരു സ്ഥലത്തിൻ്റെ പേരാണ്, ശമര്യ. ദ സാമരിച്ചൻ വുമൺ, ശമര്യ സ്ത്രീ എന്ന് നമ്മളവളെ വിളിക്കും. ഈ ശമര്യ എന്ന പ്രയോഗം രൂപപ്പെട്ടു വന്നത് ഒരു നാടിനെ പേര് കിട്ടാൻ കാരണം ഒരു വചനം വായിച്ച് നമുക്ക് തെളിയിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 24-ാമത് വചനത്തിലുണ്ട് എങ്ങനെയാണ് ഒരു നാടിന് ശമര്യ എന്ന് പേര് കിട്ടിയത്. 1 രാജ 16:24. പിന്നെ അവൻ ശേമേരിനോട് ശമര്യമല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു. താൻ പണിത പട്ടണത്തിന് മല ഉടമസ്ഥനായിരുന്ന ശേമേരിന്റെ പേരിൽ പ്രകാരം ശമര്യ എന്ന് പേരിട്ടു. ഒരു മനുഷ്യൻ്റെ പേര് പിന്നാലാണ് ഈ മലയ്ക്ക് പേര് കിട്ടുന്നത്, ശമര്യ. ഷേമർ എന്നായിരുന്നു അയാളുടെ പേര്.
ശേമറുടെ മല എന്നർത്ഥത്തിൽ ശമര്യ എന്ന് വിളിച്ചു. ഇത് കേൾക്കുന്ന പോലൊരു ചെറിയ സ്ഥലമൊന്നുമല്ല. ഇറ്റ്സ് എ ക്യാപിറ്റൽ സിറ്റി. നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാണ്, ഇത് ക്യാപിറ്റൽ സിറ്റിയാണ്. ഒരു ക്യാപിറ്റൽ സിറ്റിയുടെ പ്രത്യേകത എന്താ? ആ നാട്ടിലെ ശ്രദ്ധേയ നഗരങ്ങളിലൊന്നാണിത്. നമ്മുടെ കേരളത്തിലെ ശ്രദ്ധേയങ്ങളായ പട്ടണങ്ങളിലോ നഗരങ്ങളിലോ പെടുത്താവുന്ന ഒന്നാണ്. കോർപ്പറേഷനാണല്ലോ നമ്മുടെ തിരുവനന്തപുരം. അപ്പോൾ ഇതേപോലെ ശ്രദ്ധേയമായ ഒരു നഗരം. മറ്റൊന്ന്, ഒരു കാലഘട്ടം വരെ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ പൊതു തലസ്ഥാനം. ഇതൊക്കെയായിരുന്നു ശമര്യ. രാജ്യം ഭരിച്ച ഒമ്രി എന്ന രാജാവ് ശേമർ എന്ന മനുഷ്യൻ്റെ പക്കൽ നിന്ന് ഈ മല വിലയ്ക്ക് വാങ്ങി മനോഹരമായൊരു പട്ടണം അവിടെ പണിതിട്ട് ആ പട്ടണത്തിന് പേരിട്ടു ശമര്യ. എന്നാൽ ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടാകും. വിശാലമായ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന രാജ്യം രണ്ട് ഭൂമികയായി, രണ്ട് മേഖലകളായി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കളിലെ 12 ഗോത്രങ്ങളിൽ 2 ഗോത്രങ്ങൾ ചേർന്ന് ഒരു ചെറിയ നാട്ടുരാജ്യമുണ്ടായി. അതിൻ്റെ പേര് യഹൂദ്യ എന്നായിരുന്നു. ബാക്കി 10 ഗോത്രങ്ങളുടെ വാസഭൂമി ഇസ്രയേൽ എന്നും അറിയപ്പെട്ടു. മൊത്തത്തിൽ ഇസ്രയേൽ ആണെങ്കിലും ഇസ്രയേലിൽ യഹൂദ്യ കേന്ദ്രീകരിച്ച് ഒരു ചെറിയ മേഖല ഉണ്ടായി. 2 ഗോത്രങ്ങൾ അവിടെ ഉണ്ടായി, യഹൂദയും ബെഞ്ചമിനും. അപ്പുറത്ത് 10 ഗോത്രങ്ങൾ. പ്രബല രാജ്യം അതാണ്. ആ ഇസ്രയേലിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേരാണ് ശമര്യ. ആ ശമര്യക്ക് ഒരു ചരിത്രമുണ്ട്. രസാവഹമായ ഒരു ചരിത്രം, ചിന്താർഹമായ ഒരു ചരിത്രം. എന്താ അത്? യേശുവിൻ്റെ കാലത്തെത്തുമ്പോഴേക്കും ശമര്യയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന അംഗീകാരം പോയി. ആ നാടും നഗരവുമൊക്കെ അകപ്പാടെ മറ്റൊരു പരിസ്ഥിതിക്ക് വഴിമാറി. ഇവിടെ പാർത്തിരുന്ന മനുഷ്യരെ ഒരു പേരിനാൽ അറിയപ്പെട്ടു, ശമര്യർ. ഈ ശമര്യരും യഹൂദിയായിലെ യഹൂദന്മാരും അവരുടെ ബന്ധുക്കളായ ഗലീലിയായിലെ യഹൂദന്മാരും തമ്മിൽ സമ്പർക്കമില്ല. യഹൂദന്മാർ 2 വശത്തും കിടക്കുന്നു, നടുക്ക് ശമര്യർ കിടക്കുന്നു. ശമര്യരോട് സഹകരിക്കാത്തവണ്ണം അവർക്കിടയിലെ പ്രശ്നമെന്താ? നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന പോലെ കേവലമായ ഒരു വംശീയത, ഒരു വർഗീയത അല്ലെങ്കിൽ ജാതിബോധം എന്നതിനപ്പുറത്ത് അതിനൊരർത്ഥമുണ്ട്, വിശാലമായൊരർത്ഥം. ചില ആളുകൾ അത്തരത്തിൽ മാത്രം അതിനെ കാണാറുണ്ട്, എന്നാൽ അതിനപ്പുറത്ത് അതിനൊരർത്ഥമുണ്ട്. എന്താണത്? ഞാൻ പറഞ്ഞു, ശമര്യ എന്ന സ്ഥലം, ആ പേര് നിഷ്പാദിച്ചത് ഒരു മനുഷ്യൻ്റെ പേരിൽ നിന്ന്. രണ്ടാമത് പറഞ്ഞത്, ആ സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. അത് വിഭജിക്കപ്പെട്ട് കിടക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിലെ പ്രധാനപ്പെട്ട മേഖലയുടെ ക്യാപിറ്റലാണ്. പുതിയ നിയമകാലം എത്തുമ്പോഴേക്കും ആ സ്ഥിതിക്ക് മാറ്റം വന്നു. അതിന്ന് ക്യാപിറ്റൽ സിറ്റി അല്ല. യഹൂദയും അവിടെ ഒരു രാജ്യമില്ല. ഈ രാജ്യമൊക്കെ റോമൻ ഭരണകൂടം ഒന്നിച്ചു വിഴുങ്ങിക്കൊണ്ട് അവരുടെ ആധിപത്യത്തിന് കീഴിലാക്കി ഗവർണർമാരെ നിയമിച്ച് ഭരണം നടത്തുന്ന കാലം. അപ്പോഴേ എന്തുകൊണ്ടാണ് ഈ ശമര്യർ എന്നറിയപ്പെടുന്ന ഒരു ജനതയെ ജൂതന്മാർ സഹകരണത്തിന് വിധേയരാക്കാത്തത്? അവരുടെ വിവാഹത്തിന് പോകാത്തത്, അവർക്ക് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാത്തത്, അവരുടെ പെൺകുട്ടി എടുക്കാത്തത് എന്താണ് കാരണം? ആ കാരണം നിലനിൽക്കെ സമ്പർക്കമില്ലാത്ത ആ നാട്ടിലൂടെ യേശു എന്തിന് കടന്നുപോയി? യേശുവിനെന്താണ് ആ പെൺകുട്ടിയോട് സംസാരിക്കാനുള്ളത്? ആകാംക്ഷ നിറഞ്ഞ മനസ്സോടെ ശിഷ്യഗണങ്ങളും സമൂഹവും നോക്കുമ്പോൾ വലിയ ചില പതിവുകൾ തെറ്റിച്ചുകൊണ്ട് ചില പുത്തൻ വ്യവസ്ഥകൾ സ്ഥാപിക്കുന്നവനാണ് യേശു എന്നുള്ളൊരു യാഥാർത്ഥ്യം ശമര്യരെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കണം, പരമ്പരാഗതമായ ചില ശീലങ്ങളെ, പണ്ടേ മനുഷ്യൻ സ്വീകരിച്ചു വന്ന ചില കാഴ്ചപ്പാടുകളെ, അത്തരം ചില വ്യവസ്ഥകളെ അതിൻ്റെ അടിവേര് പോലും പിഴുതുമാറ്റി പുത്തൻ വ്യവസ്ഥകൾ സ്ഥാപിക്കുന്നവനാണ് യേശുവെങ്കിൽ ആ യേശു ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ചില പാരമ്പര്യ ചിന്തകളെ, ചില ധാരണകളെ കടപുഴകി പിഴുതുമാറ്റി തൻ്റെ പുത്തൻ കാഴ്ചപ്പാട്, വ്യത്യസ്ത കാഴ്ചപ്പാട്, ആ വെളിച്ചത്തിൽ മനുഷ്യരാശി നടന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന യേശു ഈ ശമര്യയിലേക്ക് വന്നു. ഇനി പറയാം, ശമര്യ നടുക്കാണ്, അങ്ങ് തെക്കാണ് യഹൂദ്യ, വടക്കാണ് ഗലീലിയ. നടുക്ക് കിടക്കുന്നൊരു സ്ഥലം. ഈ രണ്ടിടത്തും യഹൂദന്മാരാ. അതിൽ ഈ വടക്ക് ഗലീലിയ മേഖലയിലെ യഹൂദന്മാർ പാവങ്ങളാണ്. കാരണം അവർക്ക് ടൗണിലേക്ക് വരണമെങ്കിൽ ഇവരുടെ നാട്ടിൽ കൂടെ വരണം.
ഇതുവഴി പോകാൻ മനസ്സില്ല. ദീർഘദൂരത്തെ കുതിരപ്പടയുടെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കഴുത ഉപയോഗിച്ചോ കാള ഉപയോഗിച്ചൊക്കെ ഉള്ള യാത്രയിൽ, ഈ നാട്ടിലൂടെയുള്ള യാത്രയിൽ ഭക്ഷണം തീർന്നാൽ ഇവിടുന്ന് വാങ്ങണം, ഇവരോട് വഴി ചോദിക്കണം, ഇവരോട് ഇടപഴകണം. താല്പര്യമില്ല. ഏതാണ്ട് 120ഓളം മൈൽ നീളത്തിൽ കിടക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ തെക്കൻ മുനമ്പത്ത് നിന്ന് വടക്കോട്ടുള്ള യാത്ര ഈ പട്ടണം കടന്നു പോകണം. അവിടുന്ന് തിരിച്ചും. യേശു വളർന്നതും പ്രവർത്തിച്ചതെല്ലാം ഗലീലയിലാണ്, ജനിച്ചത് യഹൂദിയിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ യഹൂദന്മാർ പൊതുവെ ഗലീലയിലുള്ളവർ ഈ വളഞ്ഞു തിരിഞ്ഞ് 3 ദിവസത്തെ വഴിദൂരമെടുത്ത് വേണം ഈ തങ്ങളുടെ ദേവാലയമൊക്കെ ഇരിക്കുന്ന ക്യാപിറ്റൽ സിറ്റിയുള്ള യഹൂദിയയിലെത്താൻ, അല്ലെങ്കിൽ യെറുസലേമിലെത്താൻ. ക്രമേണ ഈ സമ്പർക്കം കുറഞ്ഞു. ഏതാണ്ട് കഷ്ടിച്ചൊരു 10-20 മണിക്കൂർ കൊണ്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തേണ്ട വഴി 3 ദിവസം കറങ്ങി ഇവർ വരുമ്പോഴേക്കും വല്ലാത്ത ക്ഷീണമാണ്. യേശു ശിഷ്യന്മാരും ഗലീലിയായിൽ നിന്ന് യെറുസലേമിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞാൽ വായിക്കാൻ എളുപ്പമാണ്. ഇവിടുന്ന് കോട്ടയമൊക്കെ പോകുന്ന ദൂരമുണ്ട്. കുറഞ്ഞ പക്ഷം തിരുവല്ല വരെ വരുന്ന ദൂരം നടന്നു പോകണം. ആ ദൂരം 3 ദിവസത്തെ വഴിദൂരമായി കറങ്ങി തിരിഞ്ഞു വരാനുള്ള ബുദ്ധിമുട്ട് കൊടുത്ത് നേരെ പോകുന്ന വഴിയാണ് പറയുന്നേ. ഇത്രയും ദുസ്സഹമായ യാത്ര നിലനിൽക്കുന്ന ഘട്ടത്തിൽ യേശു ഒരു ദിവസം നേരെ ഈ യഹൂദിയായിൽ നിന്ന് നേരെ വരിക, ഗലീലിയായിൽ നിന്ന് യഹൂദിയിലേക്ക് പോകാൻ നേരെ വന്ന യേശു കർത്താവ് ഇവരുടെ പ്രധാന പട്ടണമായ സുഖാർ എന്ന സ്ഥലത്തെത്തി. ആ സുഖാറിൽ നിന്ന് 2 ബോർഡ് കാണാം. ഒരു ബോർഡിൽ എഴുതിയിരിക്കുക 120 കിലോമീറ്റർ നേരെ വളഞ്ഞു പോയാൽ, മറ്റേ വഴിയിലുണ്ട് 70 കിലോമീറ്റർ നേരെ പോയാൽ 50 കിലോമീറ്റർ കൂടുതൽ നടക്കണം. സാധാരണ ആളുകൾ 50 കിലോമീറ്റർ ഉണ്ടെങ്കിലും വളയും, നേരെ പോകാൻ വയ്യ. ഈ ബോർഡിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? യേശുവിന് അങ്ങനെ ആശങ്കയൊന്നുമില്ല. യേശു നേരെ പാദമെടുത്ത് വെച്ചപ്പോൾ പത്രോസിനും കൂടെ പോകാതിരിക്കാൻ വയ്യ, യോഹന്നാന് പോകാതിരിക്കാൻ വയ്യ, അന്ത്രയോസിന് പോകാതിരിക്കാൻ വയ്യ. കണ്ടു നിൽക്കുന്ന പരീശന്മാർ അമ്പരന്ന് നിൽക്കേ യേശു നേരെ ചെന്നു എന്ന് മാത്രമല്ല, തൊട്ടു മുമ്പിൽ അവർ മിണ്ടാത്ത, സഹകരണം പുലർത്താത്ത ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ഒട്ടേറെ പരിമിതികളുടെ ചരിത്രമുണ്ട്. ആ സ്ത്രീയുടെ അരികിലേക്ക് ചെന്ന് അവളോട് വെള്ളം ചോദിക്കുക. അവൾ അമ്പരന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു യഹൂദ പുരുഷൻ വെള്ളം ചോദിക്കുന്നു തന്നോട്. അവൾ പാരമ്പര്യങ്ങളെ കണക്ക് നിരത്തി പറയുക, നമുക്ക് തമ്മിൽ സമ്പർക്കമില്ല സാർ, അത് സാധ്യമല്ല. ഞാനൊരു ശമര്യക്കാരി, നീ ഒരു ജൂതൻ, നമുക്കിടയിൽ സംഭാഷണത്തിന് പോലും പരിമിതിയുണ്ട്, നമുക്കിടയിൽ സമ്പർക്കങ്ങൾക്ക് പരിമിതിയുണ്ട്. നിൻ്റെ അരികിലേക്ക് വരാൻ, നിനക്കെന്നോട് സംസാരിക്കാനും കഴിയാത്ത ഏതാണ്ട് 700 വർഷങ്ങളുടെ ചരിത്രം ഇവിടെ കിടക്കുന്നു. 700 7 കോടി വർഷങ്ങളുടെ അകലമുണ്ടെങ്കിലും ഒറ്റ വാക്കിനാൽ തീർക്കാൻ കഴിയുന്ന യേശു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവന് അനുരഞ്ജനപ്പെടുത്താൻ കഴിയാത്ത ഒരു വിഷയവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് വേണം ദൈവജനം ഇവിടം വിട്ടു പോകാൻ. ഞാൻ ശമരിയുടെ പേര് നിഷ്പാദിച്ച ചരിത്രം പറഞ്ഞു. അവശേഷിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടി പറയാം. എന്താ ഈ പ്രശ്നം? ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താ സംഭവിച്ചു ഇവർക്കിടയിൽ? ആ സംഭവത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമുക്കതുവഴി തന്നെ ഒന്ന് പോകാം. ഈ ചരിത്രം കുറേ കൂടി പിന്നിലേക്ക് ഇറങ്ങി പോകണം. 2ആയി വിഭജിക്കപ്പെട്ട് കിടക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിൽ പണ്ടത്തെ ചരിത്ര ഇവിടം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് കർത്താവായ യേശുക്രിസ്തുവിനും 721 വർഷം മുമ്പ് ആണ് ഈ വിഭജനം നടക്കുന്നത്. അത് പിടിച്ചെടുത്ത ഒരു രാഷ്ട്രത്തിൻ്റെ പേര് അസീറിയ എന്നായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 10 ഗോത്രങ്ങളെ അസീറിയ എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു സാമ്രാജ്യം വിഴുങ്ങി. നമ്മളുടെ ഡച്ചാധിപത്യത്തിൻ്റെ കീഴിൽ, ഫ്രഞ്ചുകാരുടെ കീഴിലൊക്കെ കഴിഞ്ഞ പോലെ ഈ 10 ഗോത്രങ്ങളെ അസീറിയക്കാർ വിഴുങ്ങി. ഇന്നിപ്പോൾ 10 ഗോത്രങ്ങൾ അസീറിയുടെ കീഴിലാണ്. ഈ 2 ഗോത്രം താഴെ കിടപ്പുണ്ട്. എന്തേ അവർ മാത്രം അവിടെ കിടക്കുന്നേ? കാരണമുണ്ട്.
10 ഗോത്രങ്ങളെ വിഴുങ്ങിയ അസീറിയൻ ഭരണകൂടം അപ്പുറത്ത് തെക്ക് കിടക്കുന്ന യഹൂദയിലേക്ക് അന്ന് കണ്ണു പായിച്ചില്ല. ഈ പ്രബല രാജ്യത്തെ പിടിച്ചെടുത്തു. ഇനിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയണ്ടേ? അസീറിയക്കാർ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ച് കീഴടക്കിയാൽ അവർ നടപ്പിലാക്കുന്ന ഒരു ഫോറിൻ പോളിസി ഉണ്ട്, തങ്ങളുടെ രാജ്യത്തിൻ്റെ വിദേശ നയം. എന്താണെന്നറിയണ്ടേ? ഏത് രാജ്യത്തെ തങ്ങൾ കീഴടക്കിയോ ആ രാജ്യത്തിലെ സ്ത്രീകളെ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ അസീറിയക്കാർ വിവാഹം കഴിക്കും. എന്നിട്ട് ഇവിടെയുള്ള പുരുഷന്മാർക്ക് തൻ്റെ ആധിപത്യത്തിന് കീഴിലെ മറ്റ് രാജ്യങ്ങളിലെ സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുക്കും. ഇതൊക്കെ എന്താ ഏർപ്പാടാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? എന്തൊരു തരം ചില ഭരണാധികാരികൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വല്ലാത്ത ബോധം ഇളകിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യം വലിയ പാടാണ്. കഴിഞ്ഞ ദിവസം രോഗമൊക്കെ പേർവഴി ചാർത്തണമെന്ന് പറഞ്ഞ പോലെ ചില പൊട്ടന്മാർ ഭരണാധികാരന്മാരായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നുന്നൊരു നിയമമുണ്ടും. നിയമം എന്താ? നമ്മുടെ കുട്ടികളെ മുഴുവൻ ഇവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. വിവാഹം കഴിച്ചു കൊടുക്കണ്ട, അവരങ്ങ് കൊണ്ടുപോയിക്കോളും. തിരിച്ചോ? പുരുഷന്മാരെന്ത് ചെയ്യും? അവർക്ക് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ അമ്മ എല്ലാം പോയി, മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. തിരിച്ച് നമുക്ക് അപരിചിതരായ കുറേ സ്ത്രീകളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അവരിലൊരാളെ ചൂസ് ചെയ്യാം, കല്യാണം കഴിച്ചു പോവാം. മനസ്സിലായോ? കേട്ട ഒരു സോഷ്യലിസം പോലൊക്കെ ആണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കി, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം കൂടെ ഒറ്റ രാത്രിക്ക് സായിപ്പ് കെട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലെ നൈജീരിയക്ക് പോയി നിന്ന് കുട്ടിക്ക് നിങ്ങൾ വേണ്ട, ഔട്ട് ഓഫ് കേരള പോയാൽ മതി, നമുക്ക് സഹിക്കാൻ പറ്റണില്ല. കർണാടക മുതലോ തമിഴ്നാടോ കർണാടകമൊക്കെ ആണെങ്കിൽ പോട്ടെ, നേരെ ഒറീസ, ആന്ധ്ര, ദൂരേക്ക് കൊണ്ടുപോകാം. നമുക്ക് ഒരു പരിചയമില്ലാത്ത മണിപ്പൂരികളെ, ബംഗാളികളെ നമുക്കും കല്യാണം കഴിച്ചു തരിക. നമ്മളൊക്കെ പറയാം, നീ നിൻ്റെ വീട്ടിൽ പോക്കോന്നൊക്കെ ഭാര്യയോട് പറയുന്ന എളുപ്പമാണ്. ഈ അവസ്ഥ വന്നാൽ മനസ്സിലാവും കാര്യം. ഭാഷ, സംസ്കാരം, രീതി കൊണ്ടൊന്നും പൊരുത്തമില്ലാത്ത ഒരു വല്ലാത്ത കല്യാണം. പാസ്റ്റർ തമാശ പറയാൻ തുറക്കണ്ട, ബൈബിളിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിച്ച് തെളിയിക്കാം. ഇങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. മക്കൾ തന്നെ വായിച്ചേട്ടെ, നല്ല വായനയാണ് നമ്മളുടെ. 2 രാജാക്കന്മാർ 17:24 വായിച്ചേട്ടെ. 2 രാജ 17:24. അശൂർ രാജാവ് മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ബാബേലിൽ നിന്ന്, ഹൂദായിൽ നിന്ന്, ഹമാത്തിൽ നിന്നുമൊക്കെയുള്ള ആളുകളെ ഇസ്രയേൽ ജാതിക്ക് പകരം അവരെ നീക്കിയിട്ട് ഇവിടെ കൊണ്ട് പാർപ്പിച്ചു. എവിടെ? ശമരി അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് പാർപ്പിച്ചു. 10 ഗോത്രങ്ങളെയും പല വഴിക്ക് വിട്ടു, പല വഴിക്ക് ചിതറിച്ചിട്ട് പകരം ഈ നാടുകളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ കൊണ്ട് പാർപ്പിച്ചു. തീർന്നില്ല, ബാക്കി വെച്ച് അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. വന്ന കക്ഷികൾ ശമര്യ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. വന്ന കക്ഷികളെ സത്യദൈവമായി യഹോവയെ ആരാധിച്ചില്ല. അപ്പൊ കുടിനീക്കി ഇവിടേക്ക് വന്ന ആളുകൾ ഇവിടെ വന്നു പാർത്തു. ഈ അസീറിയന്മാർക്ക് ഇങ്ങനൊരു തോന്നൽ വരാൻ കാരണം അറിയോ? എന്തിനാണ് ഈ സ്ത്രീകളെ ഇങ്ങനെ വിവാഹം കഴിക്കുക, കുടിനീക്കി മറ്റൊരു സമൂഹത്തെ ഇവിടെ കൊണ്ടാക്കുക? പിശാച് അസീറിയൻ മനസ്സിലൂടെ ലക്ഷ്യമിട്ടൊരു പദ്ധതിയുണ്ട്. ഇതാ തനിച്ചു പറക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഒരു തരത്തിലും ഇഹലോകത്തിൻ്റെ ഇത്തരം വഴികളിലൂടെ പോകാതെ അരുളപ്പാടിൻ്റെ പ്രമാണങ്ങളുടെ കൃത്യത സൂക്ഷിക്കുന്ന ഒരു ജനതയെ വംശീയമായി നശിപ്പിക്കുക, അവരുടെ വിശ്വാസധാരകളെ നശിപ്പിക്കുക, കാഴ്ചപ്പാടുകളെ നശിപ്പിക്കുക, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുക, സർവോപരി സത്യദൈവത്തിൻ്റെ വഴി പോകാതെ അവരെ മാറ്റി നിർത്തുക. ഈ ഘട്ടത്തിൽ ഇതിലും ഒരു അപകടം, വലിയൊരു വാഗ്ദത്തം ജൂതന്മാർക്കുണ്ട്. യഹൂദ ഒരു ബാലസിംഹം, അവൻ സിംഹി പോലെ പതുങ്ങിക്കിടക്കും. അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ്, ചെങ്കോൽ അവൻ്റെ കാൽക്കീഴിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. വാഗ്ദത്ത മശിഹ ജനിക്കേണ്ട ഉദരം ഈ സ്ത്രീകൾക്കിടയിലുണ്ട്.
അവരെ വംശീയമായി ഉന്മൂലനം ചെയ്താൽ യേശു എന്ന ഏകരക്ഷകന്റെ കഴിഞ്ഞ രാത്രിയിൽ കെട്ടതുപോലെ ആ പിറവിയുടെ വഴികടച്ചുകൊണ്ട് ഈ ജനതയെ മുഴുവൻ മലിനമാക്കാൻ അസീറിയ പദ്ധതി ഇട്ടു. പക്ഷെ അസീറിയൻ പദ്ധതി രൂപപ്പെടുന്നതിന് മുമ്പ് യഹൂദ എന്ന ഒരു ഗോത്രത്തെയും ബെന്യാമീനെയും രണ്ടാക്കി വിഭജിച്ച് നേരെ ഈ രണ്ട് ഗോത്രങ്ങളെ ഇക്കരയിട്ടിരുന്നു. അതാണ് നമ്മളറിയുന്ന യഹൂദ. ബാക്കി 10 ഗോത്രങ്ങൾ ഈ വഴിയൊക്കെ പോയി. ചിലരൊക്കെ തിരിച്ച് താഴെ വന്നിട്ടുണ്ട്, യഹൂദിയിൽ വന്നിട്ടുണ്ട്. ഈ പദ്ധതി വലുതായിരുന്നു. ഇനിയാണ് ചിന്താർഹമായ ചില കാര്യം. കുറെ കഴിഞ്ഞ് ഈ അസീറിയയ്ക്ക് തോന്നി തൊട്ടടുത്ത് കിടക്കുന്ന യഹൂദ കൂടി പിടിക്കണം. അത് അപകടമാണ്. കാരണം യേശു ജനിക്കേണ്ട ഉദരങ്ങൾ പരിശുദ്ധമായി അന്നും അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുക. അവരെ ശാരീരികമായി മലിനമാക്കാൻ അസീറിയൻ പടയാളികൾ തയ്യാറെടുത്ത് വരവേ അത് നേരിടണം. നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ പദ്ധതിയിട്ടു. ചെറിയൊരു രാജ്യം, അസീറിയ ഒരു സാമ്രാജ്യമാണ്. പക്ഷെ ചരിത്രത്തിലൊരു അത്ഭുതമെന്ന വണ്ണം മറ്റൊരു രാജ്യം അസീറിയയുടെ ഏറ്റുമുട്ടി. അതിൻ്റെ പേരാ ബാബിലോൺ. അമ്പരപ്പിച്ചുകൊണ്ട് അന്ന് ബാബിലോൺ ജയിച്ചു, അസീറിയ തോറ്റു. മുമ്പ് പറഞ്ഞുള്ള മിക്സഡ് മാരേജ് നടന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ 70 കൊല്ലം കഴിഞ്ഞ് താങ്ങയുടെ അവകാശത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഇടപഴകാതെ ജീവിച്ചതുകൊണ്ട് ഒരു ചെറിയ ജനത ഇടപഴകാതെ 12 ഗോത്രങ്ങളിലെയും ചെറിയൊരു ജനത ഇടപഴകാതെ സൂക്ഷിച്ചു. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യൻ നാട്ടുനടപ്പ് അന്നത്തെ നിയമമനുസരിച്ച് അസീറിയൻ ആധിപത്യത്തിൻ്റെ കീഴിൽ ജീവിച്ച്, എന്നാൽ അസീറിയക്കാർ ഇവിടെ കൊണ്ട് പാർപ്പിച്ച മനുഷ്യർ, ശമര്യയുടെ പട്ടണങ്ങളിൽ കൊണ്ട് പാർപ്പിച്ച മനുഷ്യരെന്ത് ചെയ്തു എന്ന് താഴേക്കുള്ള വചനം ശ്രദ്ധിച്ചു വായിക്കണം. അപ്പോൾ പിടികിട്ടും. വായിക്കാം. അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു, അവ അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. ഈ നാട്ടുകാർ വലിയൊരു പ്രതിസന്ധി നേരിട്ടു. സിംഹം മനുഷ്യനെ കൊല്ലുന്നു. പിന്നെ അപ്പോൾ അവർ അശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടി നീക്കി ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായക കൊണ്ട് അവൻ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായകയാൽ അവ അവരെ കൊന്നുകളഞ്ഞു. അതിന് അശൂർ രാജാവ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുവിൻ. അവർ ചെന്ന് അവിടെ പാർക്കുകയും അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. മതി. സിംഹം ആക്രമിച്ചപ്പോൾ ഒരു കാര്യം ചെയ്തു. നമുക്ക് ഇന്ന് വയനാട്ടിൽ ആന ഒരു മനുഷ്യനെ കൊന്ന വാർത്ത പരക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല. പാർലമെൻറ്റിലും നിയമസഭയിലും അത് ചർച്ചയാകും. ഒരു ബില്ലും പാസ്സാക്കും. ആന മേലാൽ ഇങ്ങോട്ട് ഇറങ്ങരുത്. ആന ബില്ല് കേട്ട് കഴിഞ്ഞ് സ്വയം അച്ചടക്കത്തോടെ കാട്ടി ജീവിച്ചാൽ നമുക്കൊക്കെ ജീവിക്കാം. ബില്ല് പാസ്സാക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരെ വനം സംരക്ഷിക്കാനാണെന്ന് വീട്ടിൽ അവരെ തീറ്റിപ്പോറ്റുന്ന കാശുണ്ടെങ്കിൽ ആനയ്ക്ക് തീറ്റ കൊടുക്കുക. എന്നിട്ട് ഇവരെയൊക്കെ വീട്ടിൽ ഇരുത്തണം. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ പ്രാണന് വിലയില്ലാത്തൊരു കാലം അല്ലേ? എത്രയോ ഉദ്യോഗസ്ഥന്മാർ ഈ ജീപ്പിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അവർക്കൊരു കൂളായിട്ടാണെന്ന് അതിൽ സഞ്ചരിക്കുന്നത്. ഒരു മനുഷ്യൻ മരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ തിന്നുമുട്ടിക്കുന്ന കുറേ സമൂഹമാണ്. അപ്പോൾ ഇവർ സംരക്ഷിക്കേണ്ടതാണ്. പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ കൊന്നൊടുക്കിയിട്ടൊരു സാധാരണ വികാരപ്രകടനം പോലും സഹിക്കാൻ വയ്യ. അവിടെ ചെന്ന് ക്ഷുഭിതരാകുന്ന മനുഷ്യർക്കെതിരെ കേസെടുക്കുക. അതാകുമ്പോൾ എളുപ്പമല്ലേ? ഇതേ അവസ്ഥ ഉണ്ടായപ്പോൾ ശമര്യക്കാർ അവിടെ വന്ന മനുഷ്യർ സിംഹം കൊന്നുകളയുന്നു എന്നറിഞ്ഞപ്പോൾ പറഞ്ഞു. ഇതിന് കാരണമുണ്ടായി. അവർ കണ്ടെത്തിയ കാരണമാണ്. ഇവിടെ പണ്ട് ദൈവത്തെ ആരാധിച്ച സിനഗോഗുകളുണ്ടായിരുന്നു. അതൊക്കെ പൂട്ടിക്കിടക്കുക. പകരം ഈ വന്നവർ ഇവിടെ കൊണ്ട് നട്ട 5ഓളം ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച 5 തരം ആരാധനാരീതികളും ബിംബങ്ങളും ആരാധനാ കാഴ്ചപ്പാടുകളുമുണ്ട്. ഇവർ സത്യദൈവത്തെ അറിയുന്നില്ല. അപ്പോൾ അശൂർ രാജാവ് പറഞ്ഞു, അത് പ്രശ്നമില്ല. നിങ്ങൾ അന്ന് ഇവർക്ക് ഇടയിൽ നിന്ന് പിടിച്ച പുരോഹിതന്മാരുണ്ടല്ലോ, അറസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടാകട്ടെ, ഇവരിലൊരുത്തനെ കൊണ്ടുപോകാം. അവൻ പോയിട്ട് ഈ ദൈവത്തിൻ്റെ വഴി എന്താ, അതിൻ്റെ ആരാധന എന്താ, അതിൻ്റെ ശൈലി എന്താ, അത് സാമാന്യ ജനത്തെ പഠിപ്പിക്കട്ടെ. പ്രശ്നം തീർന്നു.
ഇതിപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്യണം? അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ഫീസും കൊടുത്ത് പഠിപ്പിക്കാൻ വിട്ട മാഷ് ഇവിടെ വന്ന് പ്രത്യേകിച്ചൊരു പഠിപ്പിലും നടത്താതെ യഹോവയുടെ നാമം ഇതിനിടയിലും കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ഇവിടെ പറ്റിയേക്കണ്ടേ? 5 ജാതീയ കുടിയിരിപ്പുകൾക്കൊപ്പം സിനഗോഗ് കൂടി തുറന്നിട്ട് 6ാമതൊരാളായി യഹോവയെ സ്ഥാപിച്ചു. ആരാധന തുടങ്ങി. അങ്ങനെയല്ല, നമ്മൾ പാട്ടുപാടല്ലോ, യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, അവന് തുല്യനായി ഒരുവനുമില്ല. അവിടുന്ന് പ്രപഞ്ചനാഥനാണ്, സകലത്തിനും കാരണഭൂതനാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ ശിക്ഷതവാശി കൈകളാൽ ശുശ്രൂഷ ആവശ്യമില്ലാത്തവൻ, പ്രപഞ്ചനാഥനെ, ഉലകത്തിൻ്റെ കാരണഭൂതനെ, ഒരു വാക്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ ഒരു സിനഗോഗിൻ്റെ ഉള്ളിൽ ചുരുക്കിയിട്ട് ബാക്കി 5 കുടിയിരിപ്പുകളെയും അനുവദിച്ചുകൊണ്ട് അങ്ങനെ യഹോവയുടെ നാമം ഈ 5 + 1 അങ്ങനെ 6-1 ചുരുങ്ങി. ഗുണത്തെക്കാളധികം ദോഷമാണത്. നമുക്ക് മതസൗഹാർദ്ദമില്ലാഞ്ഞിട്ടല്ല, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. അടിസ്ഥാനപരമായി ഏതൊരു മതസ്ഥൻ്റെയും ആരാധനയും സങ്കല്പങ്ങളും അവർക്ക് വിലപിടിപ്പുള്ളതാണ്. അതൊന്നും ആക്ഷേപത്തിന് വിധേയമല്ല. പക്ഷെ ഞങ്ങൾക്ക് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് വേണ്ടി നിൽക്കാനും നമ്മൾ തയ്യാറാവണം. അത് മറ്റൊന്നല്ല. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും യാതൊന്നിൻ്റെയും ബിംബത്തെ അരുത്. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ഇത് നമ്മുടെ കൽപ്പനയല്ല, സത്യസന്ധനായ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്ക് വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ട നമുക്ക് യാതൊരു ബിംബത്തെയും വണങ്ങാൻ അധികാരമില്ല. യാതൊരു ബിംബത്തിൻ്റെയും മുമ്പിൽ തലകുമ്പിടാൻ അനുവാദമില്ല. അത് പ്രാണൻ പോകേണ്ടി വന്നാലും, ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന നിലപാട് പ്രഖ്യാപനമാണ് ക്രിസ്ത്യാനിറ്റി. ആ അന്തസ്സും ആഭിജാത്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ പുരോഹിതൻ അതിന് തയ്യാറാക്കാതെ അയാൾ ഉപദേശത്തിൽ മായം കലർത്തി. അയാൾ തുറന്നു പറഞ്ഞില്ല, കുടിയിരിപ്പുകൾ നീക്കിയില്ല. അങ്ങനെ ഈ ആളുകൾക്ക് ഇതൊക്കെ ഇവിടെ നിലനിൽക്കുക. മറ്റൊരു പ്രശ്നം, അസീറിയ തോറ്റും പോയി. അസീറിയ തോറ്റപ്പോൾ ദൂരത്ത് പോയ, പിടിക്കപ്പെട്ടൊക്കെ പോയ, തടവിലാക്കപ്പെട്ട ആ ശമരിയിൽ നിന്ന് പോയ യഹൂദന്മാരുടെ പുതിയ തലമുറ പതുക്കെ മടങ്ങിയെത്തി. അവരൊരു പോയല്ലോ, നാട്ടിലേക്ക് എത്തി. ഒരു പ്രശ്നമുണ്ട്. ഈ മടങ്ങി വന്നവൻ്റെ ഒരു പ്രശ്നം, ഒന്നുകിൽ അവൻ്റെ അപ്പൻ യഹൂദൻ, അമ്മ മറ്റൊരു സ്ത്രീ. അതല്ല എങ്കിൽ അവൻ്റെ അമ്മ യഹൂദ സ്ത്രീ, അപ്പൻ മറ്റൊരാൾ. ചുരുക്കി പറഞ്ഞാൽ പ്യൂരിറ്റിയുള്ള, വംശശുദ്ധിയുള്ള ഒരു ജനതയെ കാണാതെ വന്നു. ഇവർ വന്ന് പാർത്ത സ്ഥലത്തെയാണ് നമ്മൾ ശമര്യ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ ശമര്യൻ എന്ന പ്രയോഗം കേട്ടാൽ ഓർത്തുകൊള്ളണം, ഇതിൻ്റെ ഒരു ലൈൻ ജൂത സമൂഹത്തിൻ്റെതാണ്, മറ്റൊന്ന് ഏതോ മറ്റൊരു സമൂഹത്തിലെ ആളാണ്. 2 തരം ജനിതക സ്വഭാവമുള്ള, 2 തരം ആരാധന രീതിയുള്ള, 2 തരം സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു സങ്കരജാതിയാണ് ശമര്യ. ഒരു 70 കൊല്ലം കഴിഞ്ഞ് ബാബിലോണിൽ പോയ യഹൂദന്മാരും തിരിച്ചു വന്നു. ദാനിയേലൊക്കെ പോയല്ലോ, അതിൽ ചിലർ 70-ാം വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. വ്യത്യാസമുണ്ടായി. അവർ പോയിടത്ത ബിംബത്തെ വന്നിച്ചില്ല. അവർ നെബൂഖദ്നേസറിൻ്റെ ആരാധന രീതികളുടെ കൂടിയില്ല. നെബൂഖദ്നേസറിൻ്റെ ഭക്ഷണം കഴിച്ചില്ല. നെബൂഖദ്നേസർ വെച്ചു വിളമ്പിയ ആ വിരുന്ന് സൽക്കാരങ്ങളുടെ ഭാഗമാകാതെ വിശുദ്ധിക്ക് വേണ്ടി തങ്ങൾ അറിഞ്ഞ ഉപദേശത്തിന് വേണ്ടി പാർത്തു. ഇവിടെ വന്നവരെ ഒരു വാർത്ത നെഹെമ്യാവിനെ അറിയിച്ചു. സാർ, താങ്കൾ ഈ രാജധാനിയിൽ നല്ലൊരു സ്ഥാനത്തിരിക്കുക, സംശുദ്ധി നശിപ്പിക്കുക. നെഹെമ്യാവ് കരഞ്ഞുകൊണ്ട് ഒരു മതിൽ കെട്ടുന്ന രംഗം നമ്മൾ ആ പുസ്തകത്തിൽ കണ്ടു. നെഹെമ്യാവ് മതിൽപ്പണി നടത്തിക്കൊണ്ടിരിക്കെ നമ്മൾ കണ്ടു, ഇതിൻ്റെ കൂടെ കൂടി ഈ മതിൽപ്പണി വേഗത്തിലാക്കാൻ കുറേ സാമ്പത്തിക സഹായമായിട്ട് 2 പേര് വന്നു.
നല്ല ലക്ഷ്യമാണ്. ഒരുത്തൻ്റെ പേര് സൻബല്ലത്ത്, അറിയാം നിങ്ങൾക്ക്. ഇനി ഒരുത്തൻ തോബിയ. നമ്മളാണെങ്കിൽ പറയാം, വളരെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായി മതിലൊന്ന് കെട്ടാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളൊന്നും ചോദിക്കാതെ രാവിലെ കൊണ്ട് ക്യാഷുമായിട്ട് നിൽക്കുന്നു. നെഹേമ അടിമുടി നോക്കി, നീ എവിടുത്തുകാരൻ? സൻബല്ലത്ത്, തോബിയ. അടിസ്ഥാനപരമായി വേരുകൾ പരിശോധിച്ചങ്ങോട്ട് ചെന്നപ്പോൾ നെഹേമ്യ അവന് മനസ്സിലായി ആള് ശമര്യനാ. നെഹേമ്യ പറഞ്ഞു, ഫണ്ട് കൈവച്ചോ, ഇവിടെ വേണ്ട, ഈ പേര് പറഞ്ഞ് കറങ്ങണ്ട, ഇവിടേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല. ഞങ്ങളെ അസീറിയൻ രാജാവിൻ്റെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് മുമ്പിൽ നിന്ന് ബാബിലോണ്യ രാജാവിൻ്റെ ഭീഷണികളെ വകവയ്ക്കാതെയും കഷ്ടതയുള്ള പ്രാപിച്ചെടുത്ത വാഗ്ദത്തങ്ങളെ സമ്പത്തിൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കാൻ മനസ്സില്ലാതെ നിന്റെ പണം കയ്യിലിരിക്കട്ടെ. വിശുദ്ധന്മാർക്കൊരിക്കലായി വരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നെഹേമ്യാവ് നിന്നു. സൻബല്ലത്തും തോബിയാവും കുറേ ഭീഷണിയൊക്കെ നടത്തി, ഒത്തിരി സ്ട്രാറ്റജി പദ്ധതികളൊക്കെ ഇട്ടു, എല്ലാം പാളി. നിങ്ങൾക്കറിയാം. എന്നാൽ ഇവർ വെറുതെ ഇരുന്നില്ല. ഇവരെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. പഞ്ചഗ്രന്ഥങ്ങളെന്ന് നാം വിളിക്കുന്ന മോശയുടെ ന്യായപ്രമാണമില്ലേ, ഈ ന്യായപ്രമാണ പുസ്തകം അവരും സ്വന്തമാക്കി. ഇവിടെ പറയാൻ തുടങ്ങി, ഞങ്ങളാണ് യഥാർത്ഥം, ഞങ്ങളാണ് ശരി യാത്ര ചെയ്യുന്നവർ. ആ പഞ്ചഗ്രന്ഥത്തിൽ അവർ ചില തിരുത്തലുകൾ വരുത്തി. ആ തിരുത്തലുകളാണ് രസവഹം. ഒന്നാമത്തെ തിരുത്ത് അവർ പറഞ്ഞു, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അല്ല. ഞാൻ പറഞ്ഞല്ല, ശമര്യർ പറഞ്ഞു. പിന്നെ ആരാ? യാക്കോബാണ്. ഓ, അത്രയും കാര്യമുള്ളൂ, ആയിക്കോട്ടെ. രണ്ടാമത്തെ തിരുത്ത്, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചത് മോറിയ മലയിലല്ല. പിന്നെ എവിടെയാ? ശമരിയിലൊരു മലയുണ്ട്, ഗരസി, അതിൻ്റെ മുകളിലാണ്. അതുകൊണ്ടും തീർന്നില്ല. മൂന്നാമതൊരു കഥ കൂടി മെനഞ്ഞു. ഈ ഇവരുടെ നാടിൻ്റെ പ്രവേശന കവാടത്തിലൊരു സ്ഥലമുണ്ട്, സുഖാർ. ആ സുഖാറിലൊരു കിണറുണ്ട്. ആ കിണർ ചൂണ്ടിക്കാണിച്ച് പറയാൻ തുടങ്ങി, പണ്ട് 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 നമ്മുടെ പൂർവികനായ യോസഫിനെ സഹോദരന്മാർ ഇട്ട് കളഞ്ഞ കിണറായത്. യോസേഫിനെ പൊക്കിയെടുത്തോടെ ഈ കിണറ്റ് മുഴുവൻ വെള്ളമായി, പൊട്ടക്കിണറൊക്കെ മാറി. ഇതാണ് ഈ കിണർ. ഇതും കെട്ടുകഥയാണ്. 3 തരം കെട്ടുകഥകൾ കൊണ്ട് യാഥാർത്ഥ്യമല്ല. ഇത്തരം കഥകളിലൂടെ, ഇത്തരം പഠനങ്ങളിലൂടെ, ഇത്തരം ചിന്തയിലൂടെ അഭിരമിച്ചു പോകുന്ന ശമര്യ. ആ ശമര്യയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ചിത്രം കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തെ കാര്യം, ആ പട്ടണത്തിൻ്റെ പേര് വന്നത്. രണ്ടാമത്, അവിടെയുള്ള മനുഷ്യർക്ക് സംഭവിച്ച ചരിത്രപരമായ അപജയം. അവിടെയുള്ള മനുഷ്യർ അവർ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു അന്യ സമൂഹവുമായി ഇടപഴകി ഒരു പുതിയ സന്താനമുണ്ടായി വന്നിരിക്കുന്നു. അവരാണിന്ന് അവിടെ വസിക്കുന്നത്. ഇവരുമായി ജീവിത ശുദ്ധി സൂക്ഷിച്ച, യെരുസലേമിനെ നോക്കി ആരാധിക്കുന്ന, ഏകസത്യദൈവത്തെ വിളിക്കുന്ന ജൂതന് സമ്പർക്കമില്ല. തരം കിട്ടുന്നിടത്തൊക്കെ ശമര്യരെ അവരാക്ഷേപിച്ചു. അതുകൊണ്ട് അന്ന് കാലത്ത് മനുഷ്യർ ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന പദങ്ങളിലൊന്നായിരുന്നു ശമര്യൻ. നമ്മുടെ കർത്താവിനൊരുത്തം വിളിച്ചു, നീ ഒരു ശമര്യൻ, നിനക്കൊരു ഭൂതമുണ്ട്. കാര്യം മനസ്സിലായില്ലേ? നിനക്ക് വംശശുദ്ധി ഇല്ലെന്നേ, നിങ്ങൾ കൊള്ളരാത്തവനാണെന്നേ, നിനക്ക് ആരാധന ശരിയല്ലെന്നേ, നീ ഗരസീമിനെ നോക്കിക്കൊണ്ട് ആ മല പരിശുദ്ധമാണെന്ന് പറയുന്നവനാ എന്നൊക്കെ വ്യാജമായ ആരോപണം ആ തലയിൽ ചുമന്നു, ആ തലയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് പ്രതിഷേധിച്ചൊന്നുമില്ല. കാരണം കർത്താവിനറിയാൻ താൻ ആരാണെന്ന്. അവിടെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. നിങ്ങൾ എന്തും വിളി, എന്തും പറ. ഇവിടെ ഒരു കാര്യം കാണാം പ്രിയരെ. ഈ ഘട്ടത്തിൽ കർത്താവും 12 ശിഷ്യന്മാരുള്ളൊരു വെറുപ്പ് കൊണ്ട് അവരെ ബഹിഷ്കരിക്കാൻ, അവരെ ഒഴിവാക്കാൻ 12 ആളുകളും അങ്ങ് മാറി. അവരോർത്ത് ഈ 12 പേർ അംഗബലം കൊണ്ടാ യേശു ഇതൊഴി വന്നതെന്നാണ്.
ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ, ആരുടെയും സഹായം ആവശ്യമില്ല. ഇങ്ങോട്ട് വന്നു. ആ പെണ്ണിനെ കണ്ടു, സംഭാഷണം ആരംഭിച്ചു. കര നീട്ടി പറഞ്ഞു, വെള്ളം, കുടിക്കാനുള്ള വെള്ളം. അവളറിഞ്ഞ, യജമാനനെ, നീ ഒരു ജൂതൻ, ഞാനൊരു ശമര്യക്കാരി. നമ്മുടെ വിശ്വാസം രണ്ടാ, നമ്മുടെ കാഴ്ചപ്പാട് രണ്ടാ, നമ്മുടെ ചരിത്രം രണ്ടാ, നമ്മുടെ പൈതൃകം രണ്ടാ, നമ്മുടെ ബോധ്യങ്ങൾ രണ്ടാ, സർവ സമ്പർക്കക്കുറവുണ്ട്. എന്നിട്ടും നീ കുട്ടി. യേശു പറഞ്ഞു, കുഞ്ഞേ, നീ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് അറിയണം. യു മസ്റ്റ് നോ about the gift or charisma of Almighty. സർവശക്തൻ്റെ കൃപകൾ എന്താണെന്ന് അറിയണം. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിയണം. ഈ അറിവാണ് ഏതൊരു ദൈവത്തിലും വേണ്ടത്. നമുക്കിന്ന് പറയാം, നാഥാ, ഞങ്ങൾ നിന്നെ അറിയുന്നു. ആ തിരിച്ചറിവാണ് പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും നമ്മളെ കരുത്തരാക്കുന്ന നാമം യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് യേശു പറയുക, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിയണം. അവൻ നിനക്കായി കരുതി വെച്ച ദൈവീക ദാനങ്ങളെ അറിയണം. ആ ദാനം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. രക്ഷ എന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. സകല മനുഷ്യരാശിക്കും ദാനമായി രക്ഷ കൊടുക്കാൻ അധികാരമുള്ളവൻ ഇതാ മനുഷ്യരൂപം പൂണ്ട് നിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുക, നീ അറിയണം ഞാൻ ആര്. വീണ്ടും പറഞ്ഞു, അവനെ നീ അറിഞ്ഞാൽ ജീവനുള്ള ജലം അവൻ നിനക്ക് തരും. ഈ പെൺകുട്ടി വിസ്മയിച്ചു. ഇതൊരു നല്ല പെണ്ണാണ്. നമ്മുടെ സഹോദരിമാരല്ലോ ആണെങ്കിൽ എങ്ങനെ ഈ മനുഷ്യനോട് പ്രതികരിച്ച യേശുവിനോട്? സാമാന്യം അല്പം ജ്ഞാനമുള്ളൊരു പെണ്ണാണെങ്കിൽ പറഞ്ഞു, അങ്കിളെ, അല്ല യജമാനനെ, ഈ ജീവനുള്ള വെള്ളമൊക്കെ കയ്യിലുള്ള നിങ്ങളെന്തിനാ എൻ്റെ അടുത്ത് വന്ന് ഈ വെള്ളം മേടിച്ച് കുടിക്കുന്നത്? അത് കുടിച്ചാൽ പോരെ? ഇങ്ങനെങ്കിലും പറഞ്ഞാൽ വർണ്ണിക്കാം. പക്ഷെ അവൾക്ക് യേശുവിൻ്റെ വാക്കിൻ്റെ ആ വാക്കുകളിലെ മർമ്മം, അതിൻ്റെ സ്പന്ദനം ഹൃദയത്തിൽ തട്ടി, ഉള്ളത്തിൽ ഇടപെട്ടു. ആ വചനം അവൾ പറയാ, യജമാനനെ, ജീവനുള്ള വെള്ളോ നിൻ്റെ പക്കലോ? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയ ആളാണോ? കാരണം ഈ കിണർ തന്നത് യാക്കോബാണ്. യേശു കഥയൊന്നും തിരുത്താൻ പോയില്ല. സംഭാഷണം പുരോഗതി പ്രാപിച്ച് ഇങ്ങോട്ട് വരിക. വരുമ്പോൾ പറയാ, നീ യാക്കോബിനേക്കാൾ വലിയവനോ എന്ന് ചോദിച്ച അടുത്ത ഘട്ടം പറയുക, നിനക്ക് വെള്ളമൊക്കെ തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പോയിട്ട് എൻ്റെ ഭർത്താവിനെ കൂട്ടി വാ, അപ്പം തരാം. അപ്പോൾ ആൾ പറഞ്ഞു, യജമാനെ, എനിക്ക് ഭർത്താവില്ല. ഓ, നീ പറഞ്ഞത് ശരിയാണ്. നീ ഒരാൾക്കൊപ്പം ഇപ്പം താമസം. അയാളാകട്ടെ നിൻ്റെ ഭർത്താവല്ല. 5 പേര് നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. അവൾ അമ്പരന്നിരിക്കാൻ കാരണമുണ്ട്. ഒരുപക്ഷെ ഇവളുടെ ഈ ജീവിതം മറ്റാരും ഇതുപോലെ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ ഇതിലെ സന്തോഷം, ഒരു സ്ത്രീക്ക് കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള, പറയാനല്പം പ്രയാസമുള്ള അവളുടെ ജീവിത കുറവുകൾ യേശു വെളിപ്പെടുത്തുക. 2 ഗുണമുണ്ട്. ഒരു ഗുണമുണ്ട് കേട്ടോ, ആ വേദനകൾ മുഴുവൻ അവൾക്കൊന്ന് പങ്കിടണമെന്നുണ്ട്. ആരോടാ പറയുക? തുറന്നു പറയാൻ ഒരാളില്ല. പക്ഷേ യേശു അവൾ തുറന്നു പറയും മുമ്പ് ആ കുറവുകൾ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇവിടെ ഒരു രംഗം നിങ്ങൾ കണ്ടോ? ആ കുറ്റം അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ഒറ്റയാളും അടുത്തൊന്നുമില്ല. 12 ശിഷ്യന്മാരും പോയി. ജീസസ് സീക്സ് എ പ്രൈവസി ടു ഷെയർ ദ ഹിഡൻ മാച്ചസ് റിലേറ്റഡ് ടു ദ ലേഡി. ആ സഹോദരിയുടെ മറഞ്ഞിരുന്ന ജീവിത സത്യങ്ങളെ വെളിപ്പെടുത്താൻ യേശു തിരഞ്ഞെടുത്ത സന്ദർഭം അവിടെ ആരുമില്ല. ഒന്ന് മനസ്സിലാക്കണം ബ്രദറേ, നിന്റെ കുറവുകൾ പൊതുജന സമക്ഷമിട്ട് നിന്നെ ചെറുതാക്കി കളയുന്നവനല്ല ക്രിസ്തു. അവൻ നിൻ്റെ ബഹുമാനം തിരിച്ചറിയുന്നു. അവൻ നിന്നെ ആദരിക്കുന്ന ദൈവം. ഇങ്ങനെ ഒരുവനെ ഉലകത്തിലുള്ളൂ, അതാണ് നസ്രായൻ. അവന് മാത്രം സാധിക്കുന്ന ആ മഹിമയുടെ നിനക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല യജമാനനെ. യഹൂദൻ എന്ന സാങ്കല്പിക ചിന്തയിൽ നിന്ന്, യാക്കോബിനേക്കാൾ വലിയവനോ എന്ന ചോദ്യത്തിൽ നിന്ന് അവളുടെ വിശ്വാസം വർദ്ധിച്ചിട്ട് പറയാ, യു ആർ എ പ്രൊഫറ്റ്.
എൻ്റെ സന്തോഷം എന്താണെന്നറിയണ്ടേ? കടലിൽ മീതെ നടക്കുന്ന യേശുവിനെ കണ്ടിട്ട് പരീശൻ പരിഹസിക്കുക, ലാസർ ഉയർപ്പിച്ച അത്ഭുത സിദ്ധി കണ്ടിട്ടേ തച്ചൻ്റെ മകനെന്ന് ആക്ഷേപിക്കുക, മരിച്ചവനെ മടക്കി വരുത്തുന്ന അത്ഭുത പ്രതിഭാസങ്ങളുടെ പരമ്പര കണ്ടിട്ട് നാട് മുഴുവൻ ഒറ്റപ്പെടുത്തുമ്പോൾ ഒരു പാവം സ്ത്രീ എന്നിട്ട് പറയാ, നീ ഒരു പ്രവാചകൻ. കാരണം എന്താണെന്നറിയണ്ടേ? എൻ്റെ കുറവുകൾ മുഴുവൻ നീ എനിക്ക് ബുദ്ധിപ്പെടുത്തി തന്നു. ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് വചനം നേരായ പാതയിൽ വഴി നടത്തുന്ന ആലോചനയാണ്. കാത്തിരിക്കുന്നവർക്ക് വചനം പുത്തൻ അരുളപ്പാടുകളുടെ ഒരു വലിയ സ്രോതസ്സാണ്. ആർക്ക് കൈക്കൊള്ളാൻ പറ്റും? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം, കലർപ്പില്ലാത്ത സംശുദ്ധമായ ഈ ദൈവവചനം, അത് അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നതാണ്. അത് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ സ്വയം മറന്നു. അവള് വീണ്ടും വസ്തുതകൾ പുരോഗമിച്ചപ്പോൾ കഥ പറയാ, സത്യനമസ്കാരികൾ ദൈവത്തെ ആരാധിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. അവളുടെ യജമാനെ, നിങ്ങളുടെ ആളുകൾ പറയും യെരൂശലേമിൽ ആരാധിക്കണ്ടേ, ഞങ്ങൾ പറയും ഗെരസീമിൽ ആരാധിക്കണ്ടേ. ഇവിടെ അബ്രഹാം ഇശാഖിനെ യാഗം കഴിച്ചു. ഒരു തർക്കം നമുക്കിടയിലുണ്ട് യജമാനെ. എന്ത് കുറ്റം പറഞ്ഞാലും വിവരമുള്ളൊരു പെണ്ണ, അവൾക്ക് ചരിത്രം അറിയാം, അവൾക്ക് വായനയുണ്ട്, പഠനമുണ്ട്. അവൾ വചനം വെച്ച സംസാരിക്കുന്നത്, അവൾക്കുള്ള അറിവ് വെച്ച സംസാരിക്കുന്നത്. യേശു അവളോട് മതിപ്പ് തോന്നിയിട്ട് പറയാ, കുഞ്ഞെ, ഞാനേ ഒരു പുതിയ അറിവ് നിനക്ക് തരാം, ഇന്ന് വരെ ആരും തരാത്ത അറിവ്. നീ പറഞ്ഞ ഗെരസീമുണ്ടല്ലോ, ആ മലയിലല്ല. രണ്ടാമത് നീ പറഞ്ഞ യെരൂശലേം ഉണ്ടല്ലോ, അവിടെയല്ല. ഇതെന്ത് തരം യഹൂദൻ? യെരൂശലേമിൻ്റെ പൈതൃക ബോധത്തിൽ എവിടെയോ തളച്ചിട്ടിരുന്ന ആരാധനാസങ്കല്പങ്ങളെ അവിടുന്ന് പുറത്തെടുക്കാൻ വെമ്പുന്ന ക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ ചാട്ടവാറുമായിട്ടൊരു ദിവസം കിടക്കും. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ് അതിനകത്ത് നിന്ന് ആളുകളെ ആറ്റിപ്പായിക്കും. സത്യദൈവത്തെ ഒരിക്കൽ സ്തുതിച്ച ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്ന മനോഹര ദൈവാലയം ഇങ്ങനെ വഴിമാറുന്നു. അത് മുൻകൂട്ടി കണ്ടവൻ പറയുക, സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കുന്നത് ആ മലയിലല്ല, ജെറുസലേമിലല്ല. ഇത് രണ്ടുമല്ലാത്ത ഒരാലയം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. If anyone wanted to worship him, let him worship him in spirit and truth. ആർക്കെങ്കിലും അവനെ ആരാധിക്കണമെന്നുണ്ടോ? ആത്മാവിൽ അവനെ ആരാധിക്കണം. ആത്മാവിൻ്റെ പങ്കിടൽ അവന് നൽകണം. കൈകൊണ്ട് കൊടുക്കുന്ന സ്വത്തകാഴ്ച കാണിക്കുകയല്ല ആരാധന. ആലയത്തിൽ വന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന ശബ്ദ മാന്ത്രികത്വമല്ല ആരാധന. പ്രസംഗകൻ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന വാക്കുകളിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഊർജത്തിൻ്റെ ആ സന്തോഷത്താലുണ്ടാകുന്ന ആവേശമല്ല ആരാധന. പാട്ടുകാർ പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദനിർഭരമായ ഒരാഘോഷമല്ല ആരാധന. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം. ഈ ആരാധന കൂടാതെ ഒരാളെങ്കിലും അകത്തോ പുറത്തോ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നെങ്കിൽ നമുക്കിന്ന് രാത്രി പറയാം, സത്യേക ദൈവമേ, അങ്ങയുടെ മുമ്പിലേ ഞങ്ങൾ കുമ്പിടൂ, അങ്ങയുടെ മുമ്പിലേ ഞങ്ങൾ തലകുനിക്കൂ, അങ്ങയുടെ മുമ്പിലേ ഞങ്ങൾ ദൈവമഹത്വം എന്ന നിലയിൽ ആരാധന അർപ്പിക്കൂ. മറ്റെവിടെയുമല്ല ആരാധന, മറ്റൊരുവനിലുമല്ല ആരാധന. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ 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 മാത്രം, ആ മഹാദൈവപുത്രനെ ഈ രാത്രി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറയട്ടെ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമം. അപ്പോൾ പ്രിയരേ, ഈ തൻ്റെ മഹത്വത്തിൻ്റെ വിളംബര പ്രഖ്യാപനം യേശു നിർവഹിക്കുക. എൻ്റെ സന്തോഷം, യേശുവിനോടൊരു യോഹന്നാൻ 10-ാം അധ്യായത്തിലൊക്കെ ചോദിക്കുന്നുണ്ടേ, നല്ല പണ്ഡിതന്മാർ വന്നിട്ട് ചോദിക്കുന്നുണ്ടേ, സത്യത്തിൽ നീ മശികയാണോ? ഒന്ന് പറ, ഞങ്ങൾക്ക് മശികയാണെന്നറിഞ്ഞാൽ നിൻ്റെ കൂടെ വരാനാ. നല്ല ഇന്നഷനിലെ ചോദ്യമാണ്.
പക്ഷേ യേശു പറഞ്ഞു, ഏയ്, ഞാൻ നിങ്ങളോട് പറയാൻ അവൻ്റെ സ്പർശനത്തിൻ്റെ സുഖമാണ് ഞാൻ ഇന്ന് ആസ്വദിക്കുന്നത്. ആ കരം തൊണ്ട് തന്നെ തൊടുന്നതിനെ പറ്റി ഉത്തിയെ പറ്റി കേട്ടിട്ടുണ്ട്. അവിടുന്ന് വരുമ്പോൾ രാജ്യത്ത് സ്ഥാപിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. മശിക അത്ഭുത മന്ത്രിയാണെന്ന് കേട്ടിട്ടുണ്ട്. നിത്യതയുടെ പിതാവാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ യേശു പറയാ, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശിക. ഈ ചങ്കുറപ്പുള്ളവനെയാണ് ഇന്ന് രാത്രി നമ്മൾ വിളിക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമേ. ഊഹാപോഹങ്ങളിലല്ല ഞങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നത്. സത്യസന്ധമായ തിരിച്ചറിവിൽ ഈ പ്രാണനാഥനെ നോക്കിക്കൊണ്ട് പറയാ, അവനാണ് എൻ്റെ പ്രിയൻ, അവിടുന്നാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ. എൻ്റെ ജീവിതത്തിൻ്റെ ഊടും ഭാവും അവിടുന്നാണ്. നാഥാ, ഞാൻ നിന്നെ അനുഗമിക്കുന്നു, ഞാൻ നിന്നെ പിൻഗമിക്കുന്നു. അവിടെ ഒരു കാഴ്ച കാണാം. ഈ ശമര്യ സ്ത്രീ ഇതറിഞ്ഞിട്ട് യേശുവിനെ അവിടെ നിർത്തി ഒരു യാത്ര പോവാം. യജമാനനെ, പോകല്ലേ യജമാനനെ, ഇവിടെ നിൽക്കണ യജമാനനെ, നിന്നെ കണ്ട കാര്യം, ഞാൻ അനുഭവിച്ച സന്തോഷം, ഞാൻ എൻ്റെ വേദന മുഴുവൻ നിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് സ്വതന്ത്ര മനസ്സോട് ഇവിടെ വിട്ടു പോകുമ്പോൾ ഒരു ഈയാമ്പാറ്റയോലെ പാറിപ്പറന്ന് ഒരു ബട്ടർഫ്ലൈ കണക്ക്, ഒരു പൂമ്പാറ്റ കണക്ക് എനിക്ക് സന്തോഷിക്കണം. കാണുന്നവരോടൊക്കെ ഞാൻ പറയും, എൻ്റെ കുറവ് മുഴുവൻ വെളിപ്പെടുത്തി എന്നെ ഞാനാക്കി തീർത്തൊരുവനെ ഞാൻ ശമരിയുടെ പടിവാതുക്കൽ കണ്ടു. നാട്ടുകാരെ വാ, അവനെ ഒന്ന് കാണ്. അവനിലുണ്ട് നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, അവനിലുണ്ട് നിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം. അവനിൽ ധനവും മാനവും പുരാതന സമ്പത്തും ശാശ്വതമായി വസിക്കുന്നുണ്ട്. അതുകണ്ട കൊലോസ്യലേഖനം പറയുക, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവളോടി ആ പട്ടണം മുഴുവൻ ഇളകി അവരിതറിഞ്ഞു വന്നു. ഇനി ഇവിടെ മുതൽ നമ്മുടെ ചിന്തയ്ക്ക് ഒരു ചെറിയ വേർതിരിവ് വരിക. കഥ കടക വിവിധ ദിശയിലേക്ക് തിരിയുക. കഥയല്ല സംഭവം. ഈ പെണ്ണിനെ പഠിക്കാം. ഇവൾ വാസ്തവത്തിലൊരു മോശപ്പെട്ട പെണ്ണാണോ? അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ ചെന്ന് ഇവൾ ഈ കാര്യമൊക്കെ പറയുമ്പോൾ വരുമോ? ഇങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീ വന്ന് നമ്മളോട് പറയാതെ എൻ്റെ കാര്യമെല്ലാം പറഞ്ഞൊരു മാന്യനെ ഞാൻ കണ്ടു തേടി, നീ കാണുന്ന മാന്യനെയൊക്കെ ഞങ്ങൾക്കറിയാം, വിട്ടേക്ക്, കേസ് ഇട്ട് വിട്ടേക്ക്, നമ്മളാരും പോവില്ല. ആരെങ്കിലും പോയാൽ പറയും, അവൾ പറയുന്നത് കേട്ട് ആ വഴി പോകില്ലേ, അവൾ വേറെ ആരെയോ കണ്ടതാ പുതുതായിട്ട്, നമ്മളാരും വിടൂല. നാട് മുഴുവൻ വരണമെങ്കിൽ എന്തായിരിക്കും കാര്യം? ഇവിടെ ഒരു വിഷയം കണ്ടു. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കാതൽ ആരാധനയാണ്, വാഷിപ്പ്. എന്താണ് ഈ ആരാധന? സൃഷ്ടാവിന് കൊടുക്കുന്ന മഹത്വം ആരാധനയാണ്. എന്നാൽ അതുകൊണ്ട് തീരില്ല. ആരാധനയ്ക്ക് 3-4 തലങ്ങളുണ്ട്. മക്കൾ അപ്പന് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും ആരാധനയാണ്. കാന്തന് കൊടുക്കുന്ന സ്നേഹം ആരാധനയാണ്. ഇതെല്ലാം ഒരുമിച്ച് സന്നിവേശിക്കുമ്പോൾ ഇസൈ മക്കളോട് പഴയ നിയമം പറയുന്നുണ്ട്, നിങ്ങളെ എണ്ണ വിട്ടിട്ട് ജാരൻ്റെ പിന്നാലെ പോയി ബാലദൈവങ്ങളോട് കൂട്ടുകൂട്ടി. ഇസ്രായേലേ, ഞാനായിരുന്നു നിന്റെ കാന്തൻ. ഹോശേയ പ്രവചനത്തിൽ ഉള്ളടക്കോക്കിയതാ. നീ എണ്ണ വിട്ട് ജാരന് പിന്നാലെ കൂടി. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, നീ വഴിവിട്ടുപോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശമരിയിലേക്ക് നോക്കുക. ഈ പെണ്ണിൻ്റെ പേരവിടെ ഇല്ല. ഈ പെണ്ണ് ശമര്യാ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ്. എന്തായിരിക്കുന്നു ഒരു ശമര്യക്കാരൻ? അതിൻ്റെ നേർചിത്രം എന്താ? ഒരു ശമര്യക്കാരൻ, അവൻ 5 വീത കുടിയിരുപ്പുകൾ, ഇവിടെ വായിച്ച വചനമുണ്ട്, അവിടുന്നൊക്കെ കൊണ്ടുവന്ന് നട്ടുവച്ച ബിംബങ്ങളുണ്ട്, സ്തംഭങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, ആരാധനാമൂർത്തികളുണ്ട്, കുലദേവതമാരുണ്ട്. ഇവരെയൊക്കെ കണ്ട് വർഷിപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 കേന്ദ്രങ്ങൾ. അതെ, 6ാമതൊരുവനെ ദൈവമായി കണ്ടു, യഹോവ. അല്ലയോ ശമര്യരേ, നീ 5 പേരെ വരിച്ചു, നിന്റെ കാന്തനായി. ഇപ്പോഴും ഒരാളെ സ്വീകരിച്ചു, അവനും ഭർത്താവല്ല. ഇത്തരത്തിൽ രൂപകാർത്ഥം നിറഞ്ഞിരിക്കുന്ന ഒരു ചിന്താശകലം ഇതിൻ്റെ ഉള്ളിൽ അന്തർഭവിച്ചിട്ടുണ്ട്.
സംസാരിക്കുക. നിങ്ങളൊരു കാഴ്ച ഉണ്ടോ? യേശു ഒരത്ഭുതവും ചെയ്യാത്തൊരു സ്ഥലമായത്. ഒരു രോഗിയെ സൗഖ്യമാക്കിയില്ല, ഒരു ഭൂതത്തെയും ശാസ്ത്രം ആ പാട്ട് തീർന്നവൻ കണ്ഠശുദ്ധി വരുത്തി കുരൽ വെച്ചു. കൂട്ടുകാരാ, താങ്കളാരാ? ഞാനിപ്പോൾ അകപ്പെട്ട ശത്രുവിട്ട ഓട്ടക്കുള്ളിൽ ഇരുന്ന് എന്നെ ഞാനാക്കിയ എൻ്റെ രാജാവിനെ കുറിച്ച് പാടിയപ്പോൾ കയ്യടിച്ച് കോറസ് പാടി പിന്തുണച്ച താങ്കളാരാ? അപ്പുറത്തുള്ള ശബ്ദം, പ്രിയപ്പെട്ട ഗായക, അത് വേറൊന്നുമില്ല, നിന്റെ രാജാവാണ്. നിന്റെ തൊട്ടരിയിലെ എൻ്റെ ഈ കണ്ണ് കുത്തി പൊട്ടിച്ച് കൊണ്ടിരുത്തിയിട്ടുണ്ട്. ശത്രു
അഭിമാനപുരുഷന്മാർക്ക് പറയാം, ഞാൻ സ്നാനമിറ്റില്ല, ഒരവസരം ലഭിച്ചാൽ വിശ്വാസ സ്നാനമിറ്റ് ഞാൻ യേശുവിൻ്റെ പൈതലാകും. ഏത് ഘട്ടത്തിലും എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണം, യേശുവിനെ അനുഗമിക്കണം. ഏതെങ്കിലും വിധത്തിൽ വചനം നിങ്ങളുടെ ഉള്ളിൽ സ്പർശിച്ചോ? യേശുവിനെ അനുഗമിക്കാൻ, അതല്ലെങ്കിൽ സ്നാനമേൽക്കാൻ, അതുമല്ലെങ്കിൽ യേശുവിൻ്റെ മകനായി മകളായി ദേശത്തവനെ ഘോഷിച്ച് സാക്ഷിയായി നിൽക്കാൻ അടിയനെ ഏൽപ്പിക്കുന്നു പറയാൻ മനസ്സുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താം. ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നു, ചില സഹോദരങ്ങൾ കരമുയർത്തുന്നു, ചില മാതാക്കൾ കരമുയർത്തുന്നു. ഇൻ റെസ്പോൺസ് ടു ദിസ് ചാലഞ്ചിങ് മെസ്സേജ് നിങ്ങൾ കരമുയർത്തി കാണുന്നു. കരങ്ങളെ താഴ്ത്താം. ഇനി ആരുണ്ട് യേശുവിനെ അനുഗാപനം ചെയ്യാൻ? യേശുവിൻ്റെ മകൻ, യേശുവിൻ്റെ മകൾ, നിന്നെ യജമാനനായി കാണാൻ, എന്നെ വശികയായി കാണാൻ ഞാനിതാ അങ്ങയുടെ പാതയെ അടുത്ത് വരുന്നു. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ച് കർത്തൃദാസന്മാർക്ക് വേണ്ടി വേദി കൈമാറുന്നു. പരിശുദ്ധനെ, തിരുമുഖം ഞങ്ങൾ അന്വേഷിക്കുന്നു. നീ പിതാവിൻ്റെ അരികിൽ നിറങ്ങി വന്ന ജീവൻ്റെ അപ്പം, നിൻ്റെ സന്നിധിയിൽ നിന്നും സന്തോഷ പരിപൂർണതയുണ്ട്, നിൻ്റെ വലത്ത് ഭാഗത്തുനിന്നും പ്രമോദങ്ങളുമുണ്ട്. ഞങ്ങളിതാ നിൻ്റെ പാദം നമിക്കുന്നു, ഞങ്ങൾ നിന്നെ ചുംബിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് താഴ്ത്തട്ടെ. കരമുയർത്തി എല്ലാ അങ്ങയുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. ഹൃദയത്തിൽ തീരുമാനം കഴിക്കേണ്ടവരെ അനുഗ്രഹിക്കണം. ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.